അടുത്ത മാസം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനത്തെ അധികാരം പിടിക്കാനായി സർവ്വതന്ത്രങ്ങളും പയറ്റുകയാണ് ബി. മുൻ വർഷങ്ങളിൽ നിയമസഭാ പോരിൽ AAP-യോടേറ്റ പരാജയം മറികടക്കാനായി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അതീവ ശ്രദ്ധയാണ് BJP ഇത്തവണ ഡൽഹിയിൽ പുലർത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ദളിത് വോട്ടുകൾ വലിയ തോതിൽ ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിനെയും AAP-യെയും അപേക്ഷിച്ച് കൂടുതൽ ദളിത് സ്ഥാനാർത്ഥികളെ BJP ഇത്തവണ മത്സരിപ്പിക്കുന്നു. ഡൽഹിയിൽ 12 സീറ്റുകളാണ് പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ആകെയുള്ള 60 സീറ്റുകളിൽ BJP 14 ദളിത് സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. 2 ജനറൽ സീറ്റുകളിലും പാർട്ടി ദളിത് നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകി. അതേസമയം മറുവശത്ത് കോൺഗ്രസ് നിരയിൽ നിന്നും 13 ദളിത് നേതാക്കളാണ് മത്സരിക്കുന്നത്. പൊതുവെ മിക്ക പ്രമുഖ പാർട്ടികളും ദളിത് സ്ഥാനാർത്ഥികളെ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് മത്സരിപ്പിക്കാറുള്ളത്. പക്ഷേ ഇതിന് വ്യത്യസ്തമായി സംവരണ മണ്ഡലങ്ങൾക്ക് പുറത്തുള്ള സീറ്റുകളിലും ദളിത് നേതാക്കളെ മത്സരിപ്പിക്കാൻ BJP-യും കോൺഗ്രസും തയ്യാറാവുകയായിരുന്നു. മാറ്റിയ മഹലിൽ നിന്നുള്ള ദീപ്തി ഇൻഡോറയും ബല്ലി മാരനിൽ നിന്നുള്ള കമൽ ബാഗ്രിയുമാണ് BJP ജനറൽ സീറ്റുകളിൽ നിന്ന് ടിക്കറ്റ് നൽകിയ ദളിത് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിൽ നിന്ന് അരുണ കുമാരി സംവരണേതര സീറ്റായ നരേലയിൽ നിന്നും മത്സരിക്കുന്നു. 2022-ലെ MCD തിരഞ്ഞെടുപ്പിൽ ഡൽഹി ഗേറ്റ് വാർഡിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി ദീപ്തി ഇൻഡോറ മത്സരിച്ചിരുന്നുവെങ്കിലും AAP-യുടെ കിരൺ ബാലയോട് 1700-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതേസമയം ബല്ലി മാരൻ മണ്ഡലത്തിന്റെ ഭാഗമായ രാംനഗർ വാർഡിൽ നിന്നുള്ള സിറ്റിംഗ് കൗൺസിലറാണ് ബാഗ്രി. MCD തിരഞ്ഞെടുപ്പിൽ 2300-ലധികം വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മികച്ച വിജയം നേടാനായെങ്കിലും ദളിത് വിഭാഗത്തിന്റെ പിന്തുണയിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ലെന്നും BJP വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തവണ അവർ കൂടുതൽ ദളിത് നേതാക്കളെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതേസമയം ജനപ്രീതിയും വിജയസാധ്യതയും കണക്കിലെടുത്ത് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയത്. കൗൺസിലർമാരായി പ്രവർത്തിച്ചതിന്റെയും പ്രാദേശിക വികസന പദ്ധതികൾ നടപ്പാക്കിയതിന്റെയും പേരിൽ ദീപ്തിജിയും കമൽജിയും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറെ ജനപ്രീതിയുള്ളവരാണ്. ഒരു തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ അവരുടെ ജാതിയേക്കാൾ പ്രധാനം വിജയസാധ്യതയും സ്ഥാനാർത്ഥികളുടെ കാര്യക്ഷമതയുമാണ് എന്ന് മുതിർന്ന ഒരു BJP നേതാവിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.